വിജിലൻസ് കേസിൽ പ്രതിയായ ജയിൽ ഡിഐജി MK വിനോദ് കുമാറിനെ സംരക്ഷിച്ച സർക്കാർ 2 കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടെങ്കിലും വകുപ്പുതല നടപടികൾ വൈകുകയാണ്. അനധികൃത സ്വത്ത് സമ്പാദനത്തിലടക്കം നിരവധി തെളിവുകളാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ദിസ്ന സുരേഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദിസ്ന, ജയിൽ ഡിഐജി വിനോദ് കുമാറിനെതിരെ അങ്ങേയറ്റം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു. വിജിലൻസ് തെളിവുകളടക്കം സമർപ്പിച്ചു. പക്ഷേ നിലവിൽ ഇപ്പോൾ നടപടികൾ വൈകുന്നു, ഇഴഞ്ഞു നീങ്ങുന്നു. ഏതൊക്കെയോ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ ഫലമായി വലിയ രീതിയിലുള്ള സംരക്ഷണം വിനോദ് കുമാറിന് ലഭിക്കുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഉന്നത പദവിയിൽ ഇരുന്നു കൊണ്ട് അതായത് ഏതൊക്കെ തരത്തിൽ ഇത്തരത്തിലുള്ളൊരു നടപടികളൊക്കെ ചെയ്താലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാവില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴും ഈ വിനോദ് കുമാർ ഇപ്പോഴും ഈ ഔദ്യോഗിക പദവിയിൽ തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആഭ്യന്തര വകുപ്പ് നൽകിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിയിട്ട് ദിവസങ്ങളോളമായി. പക്ഷെ അതിൽ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൈക്കൂലി കേസായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ DIG വിനോദ് കുമാറിനെതിരെ ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായും TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ കയ്യിൽ നിന്നൊക്കെ കൈക്കൂലി വാങ്ങി, അതോടൊപ്പം തന്നെ ഈ ജയിലിൽ കഴിയുന്ന ആളുകൾക്ക് കൂടുതൽ സഹായങ്ങൾ ചെയ്തു കൊടുത്തതൊക്കെ ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയാണ് എന്ന കണ്ടെത്തലാണ് വിജിലൻസ് സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല രോഹിണി, ഇന്നലെ മറ്റൊരു കേസ് കൂടി അദ്ദേഹത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അനധികൃത സ്വത്ത് സമ്പാദനം. ആ കേസിലും നിരവധി തെളിവുകൾ വിജിലൻസിന് ലഭിച്ചു. ആ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ 2 കേസുകൾ വന്നിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടിയിലേക്കും കടന്നിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും വിമർശനങ്ങൾക്ക് വഴിയൊരുക്കി വെച്ചിരിക്കുന്നത്. പ്രധാനമായും ഏറ്റവും എടുത്തു പറയണമെങ്കിൽ ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്മേലാണ് ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പ് ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഈ വിജിലൻസ് അന്വേഷണത്തിലാണ് ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളൊക്കെ വന്നത്. പക്ഷേ ഈ കണ്ടെത്തലുകൾ വന്നിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടിക്കും മുതിരുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഒക്കെ പ്രിയപ്പെട്ട ആൾ തന്നെയാണ് ഈ വിനോദ് കുമാർ എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി വൈകുന്നത് എന്നൊരു വിമർശനമാണ് ശക്തമായി കഴിയുന്നത്. എന്തായാലും ഈ വിജിലൻസ് ഉൾപ്പെടെയുള്ളവരുടെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ ആലപ്പുഴയിലും തിരുവനന്തപുരത്തെ വീടുകളിലുമൊക്കെ തന്നെയും റെയ്ഡ് നടന്നിരുന്നു. ഈ റെയ്ഡിൽ ഈ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ഉൾപ്പെടെ, ചില ലാപ്ടോപ്പുകൾ ഉൾപ്പെടെ, ചില തെളിവുകൾ ഉൾപ്പെടെ വിജിലൻസിന് ലഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും അന്വേഷണ സംഘം ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അത്തരത്തിൽ എല്ലാവിധ രേഖകളും ഉണ്ടായിട്ടും 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടും ഉന്നത പദവിയിൽ ഇരിക്കുന്ന ഒരാളായതുകൊണ്ട് എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു. CPM-ന്റെ പ്രിയപ്പെട്ട ആളായതുകൊണ്ടാണ് ഇത്തരത്തിൽ നടപടി വൈകുന്നത് എന്നൊരു വിമർശനമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. രോഹിണി, ശരി, ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്.